ഈ കോമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അതിന്റെ അടിയിൽ ഒരു PT പീരീഡ് വന്നാൽ ഉറപ്പായിട്ടും PT പീരീഡ് നമ്മൾ ചൂസ് ചെയ്യുക. അത് വിട്ട് ഇതൊക്കെ പഠിച്ചാൽ എന്താ കിട്ടുക? ഹലോ ഗായ്സ്, അപ്പോൾ ബുൾബാസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ വീഡിയോ ഈ കമ്പ്യൂട്ടർ കോമേഴ്സ് ഇല്ലേ, അതായത് +2 സ്റ്റുഡൻസിൽ ഈ കോമേഴ്സ് എടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ. അപ്പോൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെയും ഒന്നും വേണ്ട, നിങ്ങൾ കോമേഴ്സ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ സ്കൂളത്തെ, അതിലേക്ക് അയക്കുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ അയച്ചു കൊടുക്കുക. അത് ഈ കോമേഴ്സ് പഠിക്കുന്ന എല്ലാ കുട്ടികളൊന്നും കാണേണ്ട വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ കോമേഴ്സ് കഴിഞ്ഞിരിക്കുന്ന സ്റ്റുഡൻസ് ഇല്ലേ, ഈ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവർക്ക് മെയിനായിട്ട് പ്രധാനപ്പെട്ട 3 മാനേജ്മെൻറ്റ് കോഴ്സാണ് ഉള്ളത്. അതായത് BCom, BBA, BCA. മാനേജ്മെൻറ്റ് കോഴ്സാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആർട്സ് കോഴ്സൊക്കെ വേറെ ഉണ്ട്. ആർട്സ് കോഴ്സൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ, പറഞ്ഞ മെയിനായിട്ട് IAS IPS ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഓൽക്ക് കോച്ചിങ് വഴിയാണ് ഓൽക്ക് പോകുള്ളത്. അതായത് ഇവരെ ഈ പറഞ്ഞ എൻട്രൻസ് വേറെ തന്നെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ബേസിക് ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി എടുത്തിട്ടാണ് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ എടുക്കുന്നതാണ് ഈ പറഞ്ഞ BA ഇംഗ്ലീഷ്, അതായത് ആർട്സ് കോഴ്സ് പറഞ്ഞാൽ മനസ്സിലായില്ലേ, BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, സൈക്കോളജി, ക്രിമിനോളജി ആക്കില്ലേ, അങ്ങനെ എടുക്കുന്നതാണ്. അതുപോലെ ഈ പറഞ്ഞ TTC ഒക്കെ പോകില്ല, ഓൽക്കൊക്കെ ഒരു ഡിഗ്രി ആണെന്ന് തോന്നുന്നു, ബേസിക് ഡിഗ്രി. അപ്പോൾ അങ്ങനെയൊക്കെ എടുത്താൽ മതി. മറ്റേത് പ്രൊഫഷണൽ കോഴ്സാണ്. BBA, BCA, BCom എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പോൾ ഈ കോഴ്സ് എടുക്കുക, ഈ കോമേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് 3 കോഴ്സ് എടുക്കുക. പക്ഷെ ഇതിൽ ഏത് എടുക്കും? വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് +2 കോമേഴ്സ് സ്റ്റുഡൻസിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതിൽ ആലോചിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. അത് ശരിയാണോ അല്ലേ എന്ന് എനിക്കറിയില്ല. +2 നിങ്ങൾ ഈ ഹയർ സെക്കൻഡറിയിൽ 3 കോർ സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഈ കോമേഴ്സിൽ. അതായത് 1 കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, 2 ഈ പറഞ്ഞ എക്കണോമിക്സ്, 3 അക്കൗണ്ടൻസി. ഇങ്ങനെ 3 സബ്ജക്റ്റാണ് ഈ പറഞ്ഞ കോമേഴ്സിലുള്ളത്. കോമേഴ്സിന് അറിയുന്നത് ഞാൻ കോമേഴ്സാണ് പഠിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ 3 സബ്ജക്റ്റാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാണെന്ന് പിക്ക് ചെയ്യാം. അതിപ്പോൾ ചിലവർക്ക് ഇപ്പോൾ എങ്ങനെയാ ടീച്ചർ വൈസ് എടുക്കുന്നത്. ചിലപ്പോൾ ആ ടീച്ചർ എടുക്കുന്നത് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർ കഴിവുകൊണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോടൊരു ഇഷ്ടം വന്നല്ലോ, നിങ്ങൾക്ക് അത് പഠിക്കാൻ താല്പര്യമുണ്ട്, അതിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പെട്ടെന്ന് മനസ്സിലാക്കാനൊരു എന്താ പറയുക ഒരു ആഗ്രഹമുണ്ട്, ഉറക്കം വരില്ല ആ ക്ലാസ്സിൽ, അങ്ങനെയൊക്കെയുള്ളൊരു സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, അതാണ് നിങ്ങളൊരു പാഷൻ എന്നുള്ളൊരു സബ്ജക്റ്റ് ആക്കി എടുക്കുക. ചിലപ്പോൾ പാഷൻ എന്നല്ല, 3 സബ്ജക്റ്റും ചിലപ്പോൾ വെറുപ്പിക്കുന്ന സബ്ജക്റ്റ് ആയിരിക്കും. എല്ലാ ക്ലാസ്സിലും ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ 3 ഏറ്റവും ഒന്ന് പിക്ക് ചെയ്യൂലേ. അതിൻ്റെ അടിയിൽ ഒരു PT പീരീഡ് വന്നാൽ ഉറപ്പായിട്ടും PT പീരീഡ് നമ്മൾ ചൂസ് ചെയ്യുക. അത് വിട്ട് നമ്മൾ ഈ പറഞ്ഞ 3 സബ്ജക്റ്റിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പിക്ക് ചെയ്യാം. ആ ഒരു പിക്ക് ചെയ്ത സബ്ജക്റ്റ് നിങ്ങൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ BCAക്ക് വന്നോളി. മനസ്സിലായോ? BCA ആണ് അതിന് പറ്റിയത്. അതായത് ഇപ്പോൾ +2 നമ്മൾ പഠിക്കുന്നത് ഈ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ് വെക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടോ, ഒന്നില്ലെങ്കിൽ എന്താ പറയുക C++ഓ അല്ലെങ്കിൽ Cയോ, ചിലൊരു പൈത്തണോ. അപ്പോൾ ഇതിലേതായിരിക്കും. പക്ഷേ ഈ BCAയിൽ പറഞ്ഞാൽ മൊത്തം ലാംഗ്വേജ് നമ്മൾ കവർ ചെയ്യേണ്ടതെന്നുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അതായത് +2 കോമേഴ്സിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ BCA എടുക്കുക. ഇനി അതല്ലെങ്കിൽ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റി ഉണ്ട്, ഇന്ത്യൻ ഉണ്ട്. സ്റ്റാറ്റിയാണ് ഞാൻ ആലോചിച്ചപ്പോൾ കിട്ടിയ. സ്റ്റാറ്റി ആയതുകൊണ്ട് ഞാൻ പറയട്ടോ, BBA എടുക്കുക. BBA നിങ്ങൾക്ക് പറഞ്ഞ സ്റ്റാറ്റ് പഠിച്ചവർക്ക് നല്ലതാണ്. ഈ പറഞ്ഞ ഈ എക്കണോമിക്സ് ഇഷ്ടപ്പെട്ടവർക്ക് നല്ല ഇതാണ് BBA. ചടക്കൂല. മനസ്സിലായല്ലോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ +2 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് BBA ഈ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഇനി നിങ്ങൾക്ക് അക്കൗണ്ടൻസി ആണ് നിങ്ങൾക്ക് +2 ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്. പ്രോബ്ലം സോൾവിങ് ഭയങ്കര ഇഷ്ടമാണ്, ബാലൻസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര എന്താ പറയുക ആഗ്രഹമാണെന്നൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ BCom എടുക്കുക. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണെങ്കിൽ BCA എടുക്കുക, ഈ പറഞ്ഞ എക്കണോമിക്സ് ആണെന്നുണ്ടെങ്കിൽ BBA എടുക്കുക, അക്കൗണ്ടൻസി ആണെങ്കിൽ BCom എടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏതാ എടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ ഇവരൊക്കെ നേരിടുന്ന വേറൊരു പ്രധാന പ്രശ്നം എന്താ അറിയോ? ഒന്നാമത് നമ്മളെ ഈ പാരൻസ് ഒരു ചോദ്യം കൂടി ചോദിക്കും, BCA പഠിച്ചാൽ എന്താ ജോലി കിട്ടുക, BCom പഠിച്ചാൽ എന്താ ജോലി കിട്ടുക, BBA ഒക്കെ പഠിച്ചാൽ എന്താ, BBAൻ്റെ ഒക്കെ ഫുൾ ഫോം എന്താ, ബിസിനസ് എന്താണ് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ എന്തോണ്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ എന്താ കിട്ടുക? ഇപ്പോൾ അയലക്കത്തെ സൽമാൻ എഞ്ചിനീയർ ആവാൻ പോവാണ്, എഞ്ചിനീയറിങ് പഠിക്കാൻ പോവാണ്. ഈ ബാക്കിയുള്ള കോഴ്സ് ബേസ്ഡ്, അതായത് ഇപ്പോൾ പറഞ്ഞ എഞ്ചിനീയറിങ് ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ ആവുന്നുള്ളൊരു ഹിൻ്റായി തന്നെ ഉണ്ട്. ഇപ്പോൾ ഫാർമസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ BPharm എടുക്കാം.
ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഡോക്ടറേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാമിലി എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, അങ്ങനെ എല്ലാത്തിനും ഓരോ ഇൻഡിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന ജോലി കിട്ടും. അപ്പം ഈ പറഞ്ഞ പെരക്കാരെന്താ ഇതിന് സാലറി എത്ര ഉണ്ട് നോക്കും. അപ്പോൾ സാലറി ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടിയവരെ പേരും പ്രശസ്തി നേടിയ ആൾക്കാരെ പേരൊക്കെയാണ് വരിക. മനസ്സിലായോ? അപ്പോൾ എന്നാൽ എൻ്റെ കുട്ടി നല്ലൊരു കോഴ്സ് എടുത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എടുക്കുന്നതാണ് നമ്മുടെ നാട്ടു നടപ്പ്. പക്ഷേ ശരിക്കും നമുക്ക് ഈ കോമേഴ്സ് പഠിച്ചവർക്കാണ് പിന്നെയും ഓപ്ഷൻ. അതായത് ഇപ്പോൾ പറഞ്ഞ ഓക്കെ BPT ഫിസിയോതെറാപ്പിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് BPT എടുത്തു. ഓൽക്ക് എന്തായാലും ആ ഒരു കോഴ്സ് വെച്ചാൽ BPT മാത്രം ചെയ്യാൻ പറ്റുള്ളൂ, ഫിസിയോതെറാപ്പിസ്റ്റ് മാത്രമേ ആകാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറയട്ടെ, ഈ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള BCA, ഈ പറഞ്ഞ BCom BBAക്കാർക്കൊക്കെ, ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ പറഞ്ഞ എന്താ പറയുക, +1ഉം +2 നമ്മൾ ഏതെടുക്കണം, ഹ്യൂമാനിറ്റീസും സയൻസും കോമേഴ്സും, ഹ്യൂമാനിറ്റി സയൻസ് കൊമേഴ്സ് ഇത് എടുക്കുമ്പോൾ ആലോചിക്കൂലേ, അതായത് ഇപ്പോൾ കോമേഴ്സ് പഠിച്ചാൽ എന്ത് ജോലിയാണ് കിട്ടുമെന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ എന്ത് ജോലിയാണ് ചോദിക്കാൻ പറ്റില്ല. കാരണം അവിടുന്നും പിന്നും കുറേ വേരിയൻസ് ഉണ്ട്. മനസ്സിലായോ? പിന്നെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏതെടുക്കണം എന്നുള്ളത്. അതുപോലത്തെ ഓപ്ഷൻസ് നമുക്ക് എന്തുണ്ട്, ഈ BCAയിലുണ്ട്, BBAയിലുണ്ട്, BComലുണ്ട്. മനസ്സിലായോ? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾ വീട്ടുകാർക്ക് ഉമ്മാക്കൊക്കെ പറഞ്ഞു കൊടുക്കി എന്താ ഞാൻ പറഞ്ഞ് ശരിയാണോ എന്നുള്ളത്. വേറെ ഇനിയിപ്പോൾ ഇതിനെക്കാട്ടി അറിവ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ നമ്പറും ഇതൊക്കെ അതേ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ BCA എടുത്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ BCA പഠിച്ചാൽ BCA പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിനോട് എന്ത് ജോലിയാണ് BCA പഠിച്ചാൽ കിട്ടുകയെന്ന് ചോദിക്കാൻ പാടില്ല. ഈ BCA പഠിച്ച് കഴിഞ്ഞാലും നമുക്ക് വേരിയൻസ് ഉണ്ട്, അതായത് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് BCAയിൽ ഡാറ്റാ സയൻസ് ഉണ്ട്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഉണ്ട്, എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, പിന്നെന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ഇതൊക്കെ BCAൻ്റെ എന്താ പറയുക ഓരോ എന്താ പറയുക വേരിയസ് ജോബുകളെന്ന് അറിയില്ല, അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ജോബ്സ് അതാണിത്. അതായത് ഇപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ എന്താ പറയുക ഓരോ കമ്പനിക്ക് ഹാക്കേഴ്സ് വേണ്ടി വരും. ചിലപ്പോൾ ഓല് എന്താ പറയുക എത്തിക്കൽ ഹാക്കിംഗ് പറഞ്ഞാൽ ഓല സിസ്റ്റം ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നൊക്കെ നോക്കാൻ ഒരു കമ്പനിയിൽ ഹയർ ചെയ്യും. അപ്പോൾ അതാണ് എത്തിക്കൽ ഹാക്കിങ്. അപ്പോൾ അത് BCA എന്നാണ് വരുന്നത്. പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് തന്നെ മാർക്കറ്റ് ചെയ്യാനും കാര്യങ്ങൾ ഏതെങ്കിലും കമ്പനി കയറിക്കണ്ട ആ കമ്പനീൻ്റെ ബിസിനസ് മാർക്കറ്റ് ചെയ്യാനും പ്രൊഡക്റ്റ് എല്ലായിടത്തേക്ക് എത്തിക്കാനും അതും ഈ പറഞ്ഞ BCA എന്ന് വന്ന ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ ഈ BCA പഠിച്ചവരെല്ലാവരും ഈ പറഞ്ഞ ഒരേ ജോബിൽ ചെയ്യുന്നത്. ഡിഫറൻസ് പ്ലേസാണ്, ഡിഫറെൻറ്റ് പാക്കേജാണ്, ഡിഫറെൻറ്റ് എന്താ പറയുക സാറ്റിസ്ഫാക്ഷനാണ്. പലർക്കും പല ഇതാളൊക്കെയാണ്. നേരെ മറിച്ചൊരു BPT എന്ന് പറഞ്ഞാൽ തന്നെ ഓല് പഠിച്ചിറങ്ങി ജോലിക്കോ ഒരു കൂട്ടും ഇതൊക്കെ ഇട്ടുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കേണ്ട പരിപാടിയാണ്. പക്ഷെ BCA BBA BCom ഒന്നും അങ്ങനെയല്ല. അപ്പം ഈ ഒരു സംഭവം ഇത് വീട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരും നമ്മളെ BCA എടുക്കണം എന്ന് പറയുന്ന സ്റ്റുഡൻസിനോട് ഉത്തരം മുട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, BCA പഠിച്ചാൽ എന്ത് ജോലിയാണ് കിട്ടുകയെന്നൊന്ന് പറഞ്ഞിരുന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ +2 കഴിയുന്ന കുട്ടികൾക്ക് എന്ത് പറയാനാ, ഓർക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് കണ്ട് എന്താ പറയുക പലരും ലോക്കാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ ഞാൻ ഇത്രയും കാലം വീഡിയോ എടുത്തിട്ട് എനിക്ക് കൊണ്ട് 8 മിനിറ്റ് ആയിട്ടില്ല ഒന്നും, ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ഇന്നെന്താ അറിയില്ല 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, എന്താ പറയുക എല്ലാവർക്കും എത്തിക്കുക. പിന്നെ കോമേഴ്സ് ഗ്രൂപ്പിലൊക്കെ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ പറയുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ബബിൾ ബാസ് ഉണ്ട്, അത് ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തിനെക്കുറിച്ച് അറിയേണ്ടതെന്നുള്ള ടോപ്പിക്ക് എനിക്ക് പറഞ്ഞു തരിക. ഓക്കെ, ബൈ.